ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കൊരു പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കിയാലോ? എല്ലാവർക്കും അറിയാം പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. എന്നിരുന്നാലും ഈ ഒരു കൂട്ട് ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ബൗൾ നിറച്ച് കുമ്പളങ്ങയാണ്. ഇതുപോലെ ക്യൂബ് സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിനെ ഒരു കുക്കറിലേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്, അതായത് ഒരു 3-4 വിസിലൊക്കെ അടുപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെന്ത് കിട്ടും. ആ രീതിയിൽ അടുപ്പിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു കുറച്ച് കറിവേപ്പില, 1-2 തണ്ട് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പോയിട്ട് സ്വല്പം വെള്ളം, അത് നമ്മുടെ കുമ്പളങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒത്തിരി വേണ്ട, കുറച്ച് മതിയാവും. പിന്നെ ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് അടുപ്പിച്ചെടുക്കാവേ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചട്ടിക്കകത്ത് വേണേലും വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇനി നമ്മൾ അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണേ. അപ്പോൾ തേങ്ങയൊക്കെ ഇത്തിരി കൂടുതൽ ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പിന്നെ നമ്മളതിനെ മിക്സിയുടെ ജാറിലേക്കാണ് അരയ്ക്കാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം 3/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം അരവിനനുസരിച്ച് വേണ്ടി മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അരഞ്ഞ് കിട്ടണം എന്നില്ല കേട്ടോ. ഇനി നമ്മൾ 1/2 ലിറ്റർ തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ ഈ തൈര് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. എന്നിരുന്നാലും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ വെള്ളം പോലെയായി പോകും. അപ്പോൾ കറി എന്താ പറയുക, ഭയങ്കരമായിട്ട് ലൂസായി കിടക്കും. അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല, പുളിശ്ശേരി സാധാരണ വെള്ളം പോലെ നമ്മൾ എടുക്കാറുണ്ട്. എന്നിരുന്നാലും ഞാനിവിടെ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആക്കണില്ല, ഇച്ചിരി ഒരു കുറുകനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമ്മുടെ അരപ്പ് ഇത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി ആ കുറച്ച് വെള്ളം കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് അരപ്പിൻ്റെ പച്ചമണം, അതായത് വെളുത്തുള്ളി ജീരകവും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ എല്ലാം കൂടെ തേങ്ങയുടെയും ഒക്കെ ആ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരണം. അതുകൊണ്ടാണ് ഓവറായിട്ട് തിളച്ച് പോവരുത്. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ പിരിഞ്ഞ് കിടക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്താൽ മതിയും. ഒത്തിരി നേരം ഒന്നും എടുക്കില്ല, ഒരു 10 മിനിറ്റ് നേരം മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വേവാൻ വെച്ചിരുന്നതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ തന്നെ വേണേലും എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ച് വേണേലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, കുട്ടികളൊക്കെ എല്ലാ കഷ്ണങ്ങളൊക്കെ മാറ്റി വയ്ക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം എളുപ്പമുണ്ട്, വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുവേ. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന അരപ്പൊന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിരിഞ്ഞൊന്നും പോയിട്ടില്ല. കാരണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തത് കാരണമാണ് ഈ രീതി നമുക്ക് കിട്ടിയത്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ അരപ്പും കുമ്പളങ്ങയുടെ മിക്സും എല്ലാം കൂടെ കൂട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം, ഒരുമിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. എന്നാലും തിളച്ച് പോകാനായിട്ട് പാടില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തോളൂ. പിന്നെ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ആദ്യം ചേർത്ത് കൊടുത്തിരുന്നത് നന്നായിട്ട് പാകത്തിനുള്ള ഉപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ആ സൈഡിലായിട്ടൊരു ഹൈപ്പ് ബട്ടൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പും കുമ്പളങ്ങയും എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുമാത്രമല്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇളക്കി കൊടുത്തുകൊണ്ടും കൂടി ഇരുന്നോളുക. കാരണം ചൂടായിട്ട് കിടക്കുന്നതിനകത്തോട്ട് തണുത്ത തൈര് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് പിരിഞ്ഞു പോകും. നമുക്ക് തൈര് ഒരുപാട് ചൂടാക്കി എടുക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാലും മാത്രം മതിയാവും, തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ.
തൈരും എല്ലാം കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പാനിൻ്റെ സൈഡിൽ കൂടെ കട്ട കട്ട പോലെ വരും കേട്ടോ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പാകമായിന്ന്. ഇനി നമുക്ക് അവസാനം ലാസ്റ്റത്തെ ഒരു 2 മിനിറ്റിനും ആകുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. നല്ലതാണ്, ദഹനത്തിനും പുളിച്ച് തികട്ടി കയറി വരുന്നതിനും ഒക്കെ നല്ലതാണ്. പോരാത്തതിന് നല്ല ടേസ്റ്റും കിട്ടും, കറിക്ക് ഒരു കുഞ്ഞ് എരിവും ഉണ്ടാവും. ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ഈ 1/2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. എല്ലാവർക്കും ഇഷ്ടാവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ തണുപ്പ് കാലമൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ തണുപ്പ് കാലത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിക്കേ. അപ്പോൾ വയറിന് ഗ്യാസ് കിട്ടുമോ പുളിച്ച് തികട്ടി കയറുമോ ഒന്നും ഉണ്ടാവത്തില്ല. നല്ല ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക സ്വാദും കൂടെ അല്ലേ കിട്ടുക. അങ്ങനെ നമ്മുടെ കറിയെല്ലാം ഒന്ന് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതെല്ലാം കൂടി ഒന്ന് റെഡി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഈ കറി വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടേതായ രീതിക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒരു കുഞ്ഞു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കടുക് കേട്ടോ. എനിക്ക് കടുക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കടുകിന് ചുവ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. 1/2 ടീസ്പൂൺ ഉരുവായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടി വന്നോട്ടെ. അപ്പോൾ ആ പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും വേണം എന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് കൊടുത്തോളൂ. ഞാൻ ഇത് പിരിയൻ മുളകാണ്, ഭയങ്കര എരിവായതുകൊണ്ട് കുട്ടികൾ കഴിക്കില്ല, കറിക്ക് എരിവാന്നും പറഞ്ഞു മാറ്റി വെക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെങ്കിലുണ്ടല്ലോ, നമ്മൾ ചോറുണ്ണുന്ന സമയത്ത് ഈ മുളകൊക്കെ നന്നായിട്ട് ഈ കടുക് പൊട്ടിക്കുമ്പോൾ എണ്ണ കുടിക്കുമല്ലോ, എന്നിട്ട് ചോറിൻ്റെ അകത്തിട്ട് ഇങ്ങനെ അത് ഞെക്കി പിഴിഞ്ഞ് പിടിക്കണം. എന്ത് രുചിയാണെന്നറിയാവോ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കാരണം എരിവും പിന്നെ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ലതാണ്. അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. ഒരു കാര്യം കൂടെ പറയട്ടെ, കറി കൂടുതലാണ് നിങ്ങളങ്ങനെ വെക്കുന്നതെങ്കിൽ പകർത്ത് വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചുകൊണ്ട് ഒരു ദിവസത്തേനുള്ളത് കടുക് പൊട്ടിച്ചെടുത്തിട്ട് പിറ്റേന്ന് വേറെ നമുക്ക് കടുക് പൊട്ടിച്ചും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറിയാകുമ്പോൾ നമുക്ക് 2 ദിവസത്തേന് പണി എളുപ്പമാകും. അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ എങ്ങനെയാ, ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പും മറക്കണ്ട കേട്ടോ, കമൻറ്റും. ടാറ്റാ.